എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ഗൈസ്, അപ്പൊ എന്റെ റിസൾട്ട് വന്നു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പാസ്സായി ഗൈസ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67%. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? കിട്ടി മക്കളെ, കിട്ടി. പൂജ അമലിന് പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവന്റെ മുഖം മൂടി പിച്ച് ചിന്തുന്ന ഫോട്ടോകളാ. ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. പൂജ ബി, സ്കൂൾ കോഡ് ഇതാണ്, ഡാറ്റ ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സയൻസ് ആണ് കേട്ടോ. സയൻസ് എടുത്ത എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. 24, ഫിസിക്സിന് 30, കെമിസ്ട്രിക്ക് 26, ബയോളജിക്ക് 23, മാത്സിന് 35. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ബി ഗ്രേഡ്. മലയാളത്തിന് A. മലയാളമെങ്കിലും എഴുതി A+ എടുത്തുകൂടായിരുന്നു മോളെ. എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഫിസിക്സിന് C+, കെമിസ്ട്രിക്ക് C+, ഇതേതാ ബയോളജിക്ക് B, മാത്തമാറ്റിക്സിന് C+. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇവക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടല് 771. നിനക്ക് എങ്ങനെയാണ് 90% മാർക്ക് കിട്ടി? സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. A+ ഒന്നും അല്ല കാര്യം, മാർക്കിലാണ്. അടിച്ചതിന്റെ കരളക്കുട്ടി ഞാൻ പൊട്ടിക്കും. എടാ പട്ടി. തൽക്കാലം ഇത്രയും മതി. ബാക്കി തെറി ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം.